സംസ്ഥാനമെങ്ങും യു.ഡി.എഫ് തരംഗമാണ്. എൽ.ഡി.എഫ് പെട്ടിയും തൂക്കി വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും എന്നാണ് സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അതുപോലെ തന്നെ എ.ഐ.സി.സിയുടെ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും നാടങ്ങും വീമ്പിളക്കി നടക്കുന്നത്. എങ്ങും യു.ഡി.എഫ് തരംഗം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്ത് യു.ഡി.എഫ് തരംഗമാണ് ഉള്ളത്? ഈ തരംഗത്തിന് ഇവർക്ക് എന്ത് അവകാശമാണ് ഉന്നയിക്കാനുള്ളത്? ഈ പറയുന്ന 140 മണ്ഡലങ്ങളിൽ ഏകദേശം 60ഓളം മണ്ഡലങ്ങളിൽ ഇതിനകം തന്നെ ഞാനും എന്റെ സുഹൃത്തുക്കളും ഒക്കെ യാത്ര ചെയ്തു. ഈ 60ഓളം മണ്ഡലങ്ങളും ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള നടക്കുന്ന മണ്ഡലങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ സന്ദർശിച്ചത്. ഇവിടെയൊന്നും ഒരു യു.ഡി.എഫ് തരംഗവും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. കാരണം മറ്റൊന്നുമല്ല, ഒന്ന് രണ്ട് സ്ഥിതിവിവര കണക്കുകൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയാം. ഇപ്പോ 92 സീറ്റുകളാണ് ഇടതുമുന്നണിക്ക് ഉള്ളത്. 41ഓളം സീറ്റുകളാണ് യു.ഡി.എഫിന് ഉള്ളത്. ഈ 92 സീറ്റുകളിൽ 35 സീറ്റുകൾ കൂടി ലഭിച്ചാൽ മാത്രമേ ഈ യു.ഡി.എഫ് തരംഗവും യു.ഡി.എഫിന് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവും അതിനുള്ള മെജോറിറ്റിയും ഒക്കെ കിട്ടുകയുള്ളൂവെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ നിലവിലുള്ള ഇടതുമുന്നണി എം.എൽ.എമാർ, സിറ്റിംഗ് എം.എൽ.എമാർ മത്സരിക്കുന്നുണ്ടല്ലോ. സിറ്റിംഗ് എം.എൽ.എമാർ 30 പേർ കൂട്ടത്തോടെ തോക്കുമെന്ന് കേരളത്തിലെ ഒരു മനുഷ്യനും വിശ്വസിക്കുന്നില്ല. 30 പേർ തോറ്റാലല്ലേ യു.ഡി.എഫിന് ഈ പറയുന്ന വി.ഡി. സതീശൻ പറയുന്ന തരംഗമാവുകയും അവർ ഭരണത്തിൽ വരികയുള്ളൂ. ഇത് ഒന്നാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. രണ്ടാമത്തെ കണക്ക്, വി.ഡി. സതീശൻ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നു പാലക്കാട് ഡീല്, മഞ്ചേശ്വരത്ത് ഡീല്, കാസർഗോഡ് ഡീല്. എന്തിന്? എല്ലാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ ഡീലാണ്, ബി.ജെ.പിയുമായി ഡീലാണ് എന്ന് വിളംബരം ചെയ്ത് നടക്കുകയാണ്. ഇത് കനകോലു എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ ബുദ്ധിയാണ്. കനകോലുവിന്റെ ബുദ്ധിയിൽ വികസിച്ചതാണ് സർവേകൾ. നിരന്തരം സർവേ എടുത്ത് കേരളത്തിൽ യു.ഡി.എഫ് തരംഗമാണ്, വി.ഡി. സതീശന് ഇത്രയധികം വോട്ട് കിട്ടി, അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്നൊക്കെ പറയുന്ന കള്ളക്കണക്കുകൾ അവതരിപ്പിച്ച സർവേകൾ. ആ സർവേ എടുക്കാൻ വേണ്ടി ചില വലതുപക്ഷ മാധ്യമങ്ങളെയും ഇവർ കൂട്ടുപിടിച്ചിരുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം. ഈ കനകോലുവിന്റെ സർവേകൾ നടന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? കേരളത്തിലെ ജനം ഒരു മറിമായങ്ങളും കാണിക്കാതെ വോട്ട് ചെയ്തു. ആദ്യത്തെ സർവേയിൽ വി.ഡി. സതീശന് അനുകൂലമായി തരംഗം എന്നൊക്കെ പറഞ്ഞ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ തന്നെ അടുത്ത സർവേ ഫലങ്ങൾ പുറത്തു വന്നപ്പോ പിണറായി വിജയനാണ് മുൻതൂക്കമെന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ പിന്നെ ഈ യു.ഡി.എഫ് തരംഗം എങ്ങോട്ട് പോയി? ചുരുക്കി പറഞ്ഞാൽ യു.ഡി.എഫ് തരംഗം എന്ന് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുക. ഇത് മറ്റൊരു പെരും നുണയാണ്. വി.ഡി. സതീശൻ പറയുന്ന മറ്റൊരു വലിയ നുണ, കെ.സി. വേണുഗോപാൽ പറയുന്ന വലിയൊരു നുണ എന്നാണ് 60ഓളം മണ്ഡലങ്ങളിൽ യാത്ര ചെയ്ത എനിക്കും എന്റെ ടീമിനും മനസ്സിലായത്. ഞങ്ങൾക്കാർക്കും കനകോലുവിന്റെ ഫണ്ടോടുകൂടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളുടെ ഫണ്ടോടുകൂടിയോ ഞങ്ങൾ വാർത്തയെടുക്കാൻ വന്നതാണെന്നോ സർവേ എടുക്കാൻ വന്നതാണെന്നോ പറഞ്ഞിട്ടുള്ള യാത്രയായിരുന്നില്ല ഞങ്ങളുടേത്. ഞങ്ങളല്ലാതെ നടത്തിയ യാത്രയിലൂടെയാണ് മനസ്സിലാക്കിയത്. ചില ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നു ബി.ജെ.പിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടും, ബി.ജെ.പി ഇവിടെ പുലി ഇറങ്ങി, തിരുവനന്തപുരത്ത് 4 സീറ്റ് ബി.ജെ.പിക്ക് കിട്ടും. എന്തൊരു മാർക്കറ്റിംഗ് ആണ് നടത്തുന്നത്! എന്തൊരു വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അവർ അവതരിപ്പിക്കുന്നത്! ഈ പറയുന്ന നേമമണ്ഡലം, രാജീവ് ചന്ദ്രശേഖർജി മത്സരിക്കുന്ന നേമമണ്ഡലം, അദ്ദേഹം ജയിക്കുമെന്നാണല്ലോ ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത്. ബി.ജെ.പി പറയുന്നതും അദ്ദേഹം ജയിക്കുമെന്ന് തന്നെയാണ്. ഇതിനോടകം തന്നെ ഇ.വി.എം മെഷീൻ, അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകളെ കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നു കഴിഞ്ഞു. ഈ സ്ഥലങ്ങളിലൊക്കെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന സ്ഥലത്ത് യു.ഡി.എഫ് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്? ആദ്യം വൈഷ്ണവ് സുരേഷിനെ നിർത്താൻ ശ്രമിച്ചു. പിന്നീട് അത് ആരോപണം ഉന്നയിക്കും, അതൊരു ഡീലാണ് എന്ന് മനസ്സിലാകും. യു.ഡി.എഫും ബി.ജെ.പിയും തമ്മിലുള്ള ഡീലാണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് അവിടെ കെ.എസ്. ശബരിനാഥനെ കൊണ്ടു നിർത്തി. ശബരിനാഥിന് എന്തൊക്കെ ഓഫറുകളാണെന്ന് ഞാൻ നേരത്തെ ഒരു വാർത്ത അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. 1, ഡി.സി.സി പ്രസിഡന്റ്. 2, 4 തവണ മത്സരിച്ച ശശി തരൂരിന് ഇനി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം കൊടുക്കില്ല, പകരം ആ സീറ്റ് കെ.എസ്. ശബരിനാഥിന് ലഭിക്കും. ഇങ്ങനെ 2 വലിയ ഉറപ്പുകൾ കൊടുത്തിട്ടാണ് ശബരിനാഥിനെ വേട്ടമൃഗമായി കൊണ്ട് നേമത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഡീൽ ആരാണ് നടത്തുന്നത്? ഡീല് നടത്തുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും ബി.ജെ.പിയിലെ സമുന്നതരായ നേതാക്കളുമൊക്കെയാണ് ഈ ഡീലിന്റെ പിന്നിലുള്ളത്. എന്നിട്ട് ആ ഭാരമെടുത്ത് എൽ.ഡി.എഫിന്റെ ഇടതുമുന്നണിയുടെ തലയിൽ ചാർത്തി വയ്ക്കുകയാണ്. നിങ്ങളാണ് ഡീൽ നടത്തുന്നത് എന്ന്
പറഞ്ഞുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഒരു വേള വഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം. അതുപോലെയാണ് ഈ കള്ളങ്ങൾ പറഞ്ഞു സത്യമാക്കാനുള്ള വ്യഗ്രതയിൽ പായുകയാണ്. എന്നിട്ട് എന്താണ് വ്യഗ്രതയിൽ പായുന്ന വി ഡി സതീശന്റെ പ്രസംഗങ്ങൾ ഇപ്പോൾ നിങ്ങളൊന്ന് കേട്ടു നോക്കണം. പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കും ഒരു ലക്കും ലഗാനുമില്ല. എന്ത് ഭാഷയാണ് പറയുന്നതെന്ന് വി ഡി സതീശന് പോലും അറിയില്ല. നാക്ക് തിരുന്നുന്നില്ല. ഇയാൾ ഇനി എന്തെങ്കിലും ലഹരി കഴിച്ചിട്ടോ മറ്റോ ആണോ പ്രസംഗിക്കുന്നതെന്ന് പോലും അണികൾ സംശയം പ്രകടിപ്പിക്കുന്നു. ഈ തരത്തിലേക്ക് UDF അധപ്പതിച്ചു കഴിഞ്ഞു. എന്നിട്ടും UDF പറയുകയാണ് തരംഗം. എന്നാൽ ഇപ്പുറത്ത് LDF നോക്കൂ. LDF അങ്ങനെ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ നാടിനു വേണ്ടി ചെയ്ത നന്മകൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഒരു മനുഷ്യൻ കണ്ണു തുറന്നു നോക്കിയാൽ അവന്റെ കൺമുന്നിൽ വികസനമുണ്ട്. അവൻ നെഞ്ചത്തൊന്ന് കൈവച്ച് ആത്മവിശ്വാസത്തോടെ അവൻ പറയണം, ഈ വികസനത്തിൽ ഞാനും ഭാഗമാണെന്ന് പറയാൻ തക്ക വികസനങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടതുമുന്നണി വികസനത്തിൽ മാത്രം ഊന്നി നിൽക്കുന്നത്. UDFന്റെ മറ്റൊരു പ്രചരണ തന്ത്രം ശബരിമല. എന്നെ കുഴിച്ചു മൂടിയ വിഷയമാണ് ശബരിമല. ശബരിമലയിൽ വിശ്വാസികളും തന്ത്രിമാരും അവരൊക്കെ കൂടിയിരുന്ന് തീരുമാനമെടുക്കട്ടെ എന്ന് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം എപ്പോൾ വന്നതാണ്? ആ ശബരിമലയിലെ യുവതീ പ്രവേശം സംബന്ധിച്ച ആദ്യത്തെ ആ പ്രശ്നങ്ങളൊക്കെ കുത്തിപ്പൊക്കി സംഘപരിവാർ സംഘടനകളുടെ നാടുനീളെ പ്രശ്നമുണ്ടാക്കിയല്ലോ. ഇപ്പോൾ നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതി പോലും അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിച്ചപ്പോ ഇവിടെ വി ഡി സതീശന് മാത്രം തൃപ്തനല്ല. നിയമസഭയിൽ ചർച്ചയ്ക്ക് വെല്ലുവിളിച്ചപ്പോ വി ഡി സതീശനും കൂട്ടരും ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. എന്നിട്ടും ശബരിമല ശാസ്താവിനെ വ്രണപ്പെടുത്താൻ, വ്രണിതനാക്കാൻ റോഡിൽ വലിച്ചിഴയ്ക്കുകയാണ് വീണ്ടും UDFും BJPയും ശബരിമല ശ്രീശാസ്താവിനെയൊക്കെ ഭക്തിയുടെ വഴിക്ക് വിട്ടാൽ പോരെ, എന്തിനാണ് രാഷ്ട്രീയ വഴിക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത് എന്ന് വലിയൊരു ചോദ്യവും അവശേഷിക്കുന്നു. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ കേരളത്തിലെ ഒരു സ്ഥലത്തും UDFന്റെ തരംഗവുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്ന വികസനങ്ങൾ അവരുടെ കൺമുന്നിലുണ്ട്. അവര് തിരിച്ചറിവോടുകൂടി വോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭിക്കും. അതിൽ മാറ്റമൊന്നുമില്ല. ഇങ്ങനെ നുണ ഊതിപ്പെരിപ്പിച്ച് നുണയെ സത്യമാക്കാനുള്ള വ്യഗ്രതയിൽ സതീശനും കൂട്ടരും ഒക്കെ കൂമ്പടഞ്ഞ് പോകും എന്നതിലും ഒരു തർക്കവുമില്ല.